ഹായ് ഓൾ, വെൽക്കം ടു ടെക് PSC. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന ടോപ്പിക്കിലെ കേരള PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് MCQs ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ഫണ്ടമെന്റൽ യൂണിറ്റ്? ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് ഫണ്ടമെന്റൽ യൂണിറ്റ് അല്ലാത്തത്? അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ്, അതിനെപ്പറ്റി നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത്? ഫണ്ടമെന്റൽ യൂണിറ്റ് ഒരു ബേസിക് യൂണിറ്റ് ആണ്. അപ്പൊ നമുക്ക് അതൊരു ഇൻഡിപെൻഡന്റ് യൂണിറ്റ് ആണ്. നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് എന്ത്? ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് കനോട്ട് ബി എക്സ്പ്രസ് in terms of other units. നമുക്ക് മറ്റ് യൂണിറ്റുകളുടെ ടേംസിൽ എന്താണ് ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. മെയിൻലി 7 ഡിഫറെന്റ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ലെങ്ത് ഉണ്ട്, ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, ടെമ്പറേച്ചർ, ലൂമിനസ് ഇന്റൻസിറ്റി ആൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇത്രയാണ് എന്ത് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവയുടെ യൂണിറ്റ്സ് നോക്കാം. ലെങ്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഇനി ടൈം, ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ, മാസിന്റെ യൂണിറ്റ് വരുന്ന കിലോഗ്രാം, ടൈമിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ആണ്. ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് ആംപിയറും, ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് വരുന്ന കെൽവിനും, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് വരുന്ന മോളും, ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് വരുന്ന കാൻഡലയാണ്. അപ്പൊ എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്? ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ബേസിക് ഇൻഡിപെൻഡന്റ് യൂണിറ്റ്സ് ആണ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് എന്ത്? ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് മറ്റ് യൂണിറ്റ് യൂസ് ചെയ്തിട്ട് ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കില്ല. 7 ഡിഫറെന്റ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് ഉള്ളത്. അപ്പൊ ഏതൊക്കെയാണ് 7 ഡിഫറെന്റ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്? മാസ് വരുന്നുണ്ട്, ലെങ്ത് വരുന്നുണ്ട്, ടൈം വരുന്നുണ്ട്, ഇലക്ട്രിക് കറന്റ് വരുന്നുണ്ട്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വരുന്നുണ്ട്, ടെമ്പറേച്ചർ വരുന്നുണ്ട്, ലൂമിനസ് ഇന്റൻസിറ്റി വരുന്നുണ്ട്. ഓരോന്നിന്റെ യൂണിറ്റ് നമ്മൾ നോക്കി. എന്തൊക്കെയാ നോക്കിയത്? ലെങ്തിന്റെ യൂണിറ്റ് വരുന്ന മീറ്റർ, മാസിന്റെ കിലോഗ്രാം, ടൈം സെക്കൻഡ്, ഇലക്ട്രിക് കറന്റ് ആംപിയർ, ടെമ്പറേച്ചർ കെൽവിൻ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ ആൻഡ് ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് കാൻഡലയാണ്. ഇനി നമുക്ക് എന്താണ് ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് നോക്കാം. ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെ കമ്പൈൻ ചെയ്ത് ഡിറൈവ് ചെയ്യുന്ന യൂണിറ്റ്സ് ആണ് എന്ത്? ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഡിറൈവ്ഡ് യൂണിറ്റ്സിന്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, എനർജി, ഇതൊക്കെ എന്താണ്? ഡിറൈവ്ഡ് യൂണിറ്റ്സിന്റെ എക്സാമ്പിൾ ആണ്. ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ഡിപെൻഡന്റ് യൂണിറ്റ്സ് ആണ് അല്ലെ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ഫണ്ടമെന്റൽ യൂണിറ്റ്? ഈ തന്നിട്ടുള്ളതിൽ ഫണ്ടമെന്റൽ യൂണിറ്റ് അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. കിലോഗ്രാം. കിലോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? മാസിന്റെ യൂണിറ്റ് ആണ്. അതൊരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ് അല്ലെ, മാസ് എന്ന് പറയുന്നത്. ഇനി മീറ്റർ എന്ന് പറയുന്ന ലെങ്തിന്റെ യൂണിറ്റ് ആണ്. അതും എന്താണ്? ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ്. ആംപിയർ എന്ന് പറയുന്ന ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് ആണ്. അതും ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ്. പക്ഷേ ന്യൂട്ടൺ എന്ന് പറയുന്ന എന്തിന്റെ യൂണിറ്റ് ആണ്? ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് അല്ലെ. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളതിൽ ഫണ്ടമെന്റൽ യൂണിറ്റ് അല്ലാത്ത യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ ആണ് വരുന്നത്, ഫണ്ടമെന്റൽ യൂണിറ്റ് അല്ലാത്ത. സോ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദി യൂണിറ്റ് ഓഫ് ടൈം? ഈ തന്നിട്ടുള്ളതിൽ ടൈമിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഓപ്ഷൻ ഇയർ. ഇയർ എന്ന് പറയുന്നത് എന്താണ്? ടൈമിന്റെ യൂണിറ്റ് ആണല്ലോ. അവർ ടൈമിന്റെ യൂണിറ്റ് ആണ്. സെക്കൻഡ് ടൈമിന്റെ യൂണിറ്റ് ആണ്. പക്ഷെ എന്താണ്? പാർസെക് എന്ന് പറയുന്ന ടൈമിന്റെ യൂണിറ്റ് അല്ല. പാർസെക് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. ലാർജർ ഡിസ്റ്റൻസ്, അസ്ട്രോണമിയിലൊക്കെ ലാർജർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ, സ്റ്റാർ ആൻഡ് ഗാലക്സീസ് ഒക്കെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലാർജസ്റ്റ് യൂണിറ്റ് ആണ് എന്ത്? പാർസെക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ യൂണിറ്റ് ഓഫ് ടൈം? ഈ തന്നിട്ടുള്ളതിൽ ടൈമിന്റെ യൂണിറ്റ് അല്ലാത്തത്. അപ്പൊ ടൈമിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? പാർസെക്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി? ഈ തന്നിട്ടുള്ളതിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലാത്ത ഏതൊക്കെയാണ്? നമുക്കറിയാം 7 ഡിഫറെന്റ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ അല്ലാത്തത് ഏതൊക്കെയാണ്? ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ലൂമിനസ് ഇന്റൻസിറ്റി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഇവിടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലാതെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി തന്നിട്ടുള്ളത് ഓപ്ഷൻ സി, ഫോഴ്സ് ആണ്. അപ്പം ഈ തേർഡ് ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക.
If x is equal to at plus half bt square, where x is in meter and t is in second, then unit of b is, ഈ തന്നിട്ടുള്ളതിൽ b യുടെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ x എന്ന് പറയുന്നത് എന്താണ്? x ന്റെ യൂണിറ്റ് മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. at പ്ലസ് ഹാഫ് ബി ടി സ്ക്വയർ, t എന്ന് പറയുന്ന ടൈമിനെ സൂചിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ b യുടെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പൽ ലോ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത് എന്താണ്? നമ്മൾ ഓരോ ടേമും ആഡ് ചെയ്യണമെങ്കിൽ, ഓരോ ഫിസിക്കൽ ടേംസും ഒരു ഇക്വേഷനിൽ ആഡ് ചെയ്യണമെങ്കിൽ ഓരോന്നിന്റെ ഡയമെൻഷനും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം, വിച്ച് ഈസ് ഈക്വൽ ടു RHS ആയിരിക്കണം. അതായത് at എന്ന് പറയുന്നതിന്റെ ഡയമെൻഷനും എന്തായിരിക്കണം? ഇവിടെ x എന്ന് സൂചിപ്പിക്കുന്ന മീറ്റർ ആണ്, അപ്പൊ ഇവിടുത്തെ ഡയമെൻഷൻ വരുന്ന മീറ്റർ ആണ്. അപ്പൊ ഈ at യുടെ ഡയമെൻഷൻ മീറ്റർ ആയിരിക്കണം, ഈ bt സ്ക്വയറിന്റെ എന്തായിരിക്കണം? മീറ്റർ ആയിരിക്കണം. നമുക്ക് ഇവിടെ വേണ്ടത് എന്താണ്? b യുടെ യൂണിറ്റ് ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് b യുടെ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? bt സ്ക്വയർ ഈസ് ഈക്വൽ ടു x ആണെങ്കിൽ b എന്ന് പറയുന്നത് എന്താണ്? x ബൈ ടി സ്ക്വയർ ആണല്ലോ. എക്സിന്റെ യൂണിറ്റ് എന്താ? എക്സിന്റെ യൂണിറ്റ് തന്നിട്ടുണ്ട്, മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് എന്നും തന്നിട്ടുണ്ട്. അപ്പൊ ടി സ്ക്വയർ ആണ്. അപ്പൊ മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ നമ്മൾ അതിനെ ഡയമെൻഷനലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? മീറ്റർ എസ് റൈസ് ടു മൈനസ് ടു, മുകളിൽ വരുമ്പോൾ എസ് റൈസ് ടു മൈനസ് ടു എന്ന് വരുമല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം? ബിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സെക്കൻഡ് റൈസ് ടു മൈനസ് ടു ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഇമ്പൾസ്. ഇമ്പൾസിന്റെ ഡയമെൻഷണൽ ഫോർമുലയാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഇമ്പൾസിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്? ഇമ്പൾസിന്റെ ഇക്വേഷൻ ആദ്യം എഴുതണം. ഇമ്പൾസ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പം നമുക്കിവിടെ ഡയമെൻഷണൽ ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ള ഡയമെൻഷൻസ് ഒക്കെ അറിഞ്ഞിരുന്നാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. മാസ്, ഇമ്പൾസ് എന്ന് പറയുന്ന ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസിന്റെ ഡയമെൻഷൻ ഫോർമുല m ആണ്. ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എൽ ടി റേസ് ടു മൈനസ് ടു ആണ്. ഫോഴ്സ് ഇൻറ്റു ടൈം, ടൈം വരുമ്പോൾ ടി വരും. അപ്പൊ നമ്മൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് എം എൽ ടി റേസ് ടു മൈനസ് ടു പ്ലസ് വൺ. മൈനസ് ടു പ്ലസ് വൺ എന്ത് വരും? മൈനസ് വൺ വരും. അപ്പൊ എം എൽ ടി റേസ് ടു മൈനസ് വൺ എന്ന് വരും. ഇവിടെ എം എൽ ടി റേസ് ടു മൈനസ് വൺ വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. സോ ഇമ്പൾസിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? എം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തറിയണം? ഇമ്പൾസിന്റെ ഇക്വേഷൻ അറിയണം. ഇമ്പൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. ഫോഴ്സ് എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പൊ മാസ് എമ്മും ആക്സിലറേഷൻ എൽ ടി റേസ് ടു മൈനസ് ടു ടൈം ടി യു ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എം എൽ ടി റേസ് ടു മൈനസ് വൺ എന്ന് കിട്ടും. അപ്പൊ നോക്കിക്കേ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഒമേഗ ഇൻ y is equal to a sin omega t. ഈ ഒമേഗയുടെ ഡയമെൻഷണൽ ഫോർമുല നമുക്ക് വേണം. ഒമേഗയുടെ ഡയമെൻഷണൽ ഫോർമുല എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഒമേഗ ടി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഒമേഗ ടി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ആംഗിളിനെയാണ് അല്ലെ. ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഡയമെൻഷൻലെസ് ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒമേഗ ടി ഇസ് ഈക്വൽ ടു 1 എന്ന് ഇക്വേറ്റ് ചെയ്യാം. അതിൽ നിന്ന് ഒമേഗയുടെ വാല്യൂ ഈക്വൽ ടു 1 ബൈ ടി. ഇനി ഇതിന്റെ ഡയമെൻഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ടി റേസ് ടു മൈനസ് വൺ. എമ്മും ഇല്ല എല്ലും ഇല്ല. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എം റേസ് ടു 0, എൽ റേസ് ടു 0, ടി റേസ് ടു മൈനസ് വൺ എന്ന് എഴുതാം. അല്ലെങ്കിൽ ഒറ്റയടിക്ക് തന്നെ നമുക്ക് പറയാം ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ആംഗുലാർ ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്ന റെസിപ്രോക്കൽ ഓഫ് ടൈം ആണ്, ടൈം പീരീഡ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒമേഗ ഈക്വൽ ടു 1 ബൈ ടി എന്ന് പറയാം. അതിൽ നിന്ന് നമുക്ക് പറയാം എം റേസ് ടു 0, എൽ റേസ് ടു 0, ടി റേസ് ടു മൈനസ് വൺ. അപ്പൊ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഒമേഗ ഇൻ y. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. spring constant, surface tension and surface energy have same dimension. The dimensional formula of surface tension. അപ്പൊ ഇവിടെ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? സ്പ്രിംഗ് കോൺസ്റ്റന്റിനും സർഫസ് ടെൻഷനും സെയിം ഡയമെൻഷൻ ആണ്. സ്പ്രിംഗ് കോൺസ്റ്റന്റ്, സർഫസ് ടെൻഷൻ, സർഫസ് എനർജിക്കും സെയിം ഡയമെൻഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡയമെൻഷണൽ ഫോർമുല എന്താണ്? സർഫസ് ടെൻഷന്റെ ഫോർമുലയാണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മളൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം? സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? Surface tension is equal to force
ഡിവൈഡഡ് ബൈ ലെങ്ത് ആണ് എന്ത് സർഫസ് ടെൻഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതാം. ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. അപ്പൊ ml t⁻⁻2 ഡിവൈഡഡ് ബൈ ലെങ്ത് ആണ്. അപ്പൊ ഈ എല്ലും കൂടെ പോകും. പിന്നെ ബാക്കി എന്താ ഉള്ളത്? mt⁻2 ആണ് ഉള്ളത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി എന്താണ്? L⁻0 t⁻2. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? സ്പ്രിംഗ് കോൺസ്റ്റന്റിനും സർഫസ് ടെൻഷനും സർഫസ് എനർജിക്കും ഒക്കെ സെയിം ഡയമെൻഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡയമെൻഷണൽ ഫോർമുല ഓഫ് സർഫസ് ടെൻഷൻ കണ്ടുപിടിക്കാം. സർഫസ് ടെൻഷന്റെ ഇക്വേഷൻ അറിയണം. ഫോഴ്സ് ബൈ ലെങ്ത് ആണ്. അത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? mL⁻0 t⁻2. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡയമെൻഷണൽ ഫോർമുല ഓഫ് പ്രഷർ ഗ്രേഡിയന്റ്. പ്രഷർ ഗ്രേഡിയന്റ് ഡയമെൻഷണൽ ഫോർമുല കണ്ടെത്തണം. അപ്പൊ നമുക്ക് പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രഷർ ബൈ ലെങ്ത് ആണ് അല്ലെ. അപ്പൊ പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോൾ പ്രഷർ ഡിവൈഡഡ് ബൈ ലെങ്ത് ആണ് എന്ത്? പ്രഷർ ഗ്രേഡിയന്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രഷറിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ പ്രഷർ എന്ന് പറയുന്ന ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് mL⁻2 ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുന്ന L² ആണ്. പിന്നെ ഡിവൈഡഡ് ബൈ L ആണ്. പ്രഷർ ബൈ ലെങ്ത് അല്ലേ. അപ്പൊ എങ്ങനെ വരും? L³ എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എന്താണ്? L⁻1 മൈനസ് L⁻3 വരുമ്പോൾ എന്താണ്? 1 - 3 ചെയ്യുമ്പോൾ -2 വരും. mL⁻2 t⁻2 എന്ന് കിട്ടും. അപ്പൊ എന്ത് കിട്ടി? mL⁻2 t⁻2 ആണ് എന്ത്? പ്രഷർ ഗ്രേഡിയന്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രഷർ ബൈ ലെങ്ത് ആണ്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാം? പ്രഷർ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഡിവൈഡ് ബൈ ലെങ്ത് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് mL⁻2 t⁻2. അപ്പം ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി, kinetic energy, gravitational potential energy and pressure energy all have the dimensions of energy. Dimensional formula of kinetic energy. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാം. അപ്പം എന്താ പറഞ്ഞിട്ടുള്ളത്? പൊട്ടൻഷ്യൽ എനർജി ആയിക്കോട്ടെ, ഗ്രാവിറ്റേഷണൽ എനർജി ആവട്ടെ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആവട്ടെ, പ്രഷർ എനർജി ആവട്ടെ, എല്ലാത്തിനും എന്താണ്? എനർജിയുടെ സെയിം ഡയമെൻഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് mv² ആണ് അല്ലെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഡയമെൻഷൻ എഴുതുമ്പോൾ എന്താണ്? m മാസ്, അതിനെ നമ്മൾ m വെച്ച് റെപ്രസെന്റ് ചെയ്യും. വെലോസിറ്റി എന്ന് പറയുമ്പോൾ L⁻⁻1. അപ്പം L⁻⁻1 ദ ഹോൾ സ്ക്വയർ വരും അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? mL² t⁻2 എന്ന് വരും. mL² t⁻2 വരുന്ന എന്താണ്? ഇവിടെ ഓപ്ഷൻ ബി ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ ഡയമെൻഷണൽ എനർജി ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? mL² t⁻2. അത് നമുക്ക് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ചെയ്താൽ മതി. വെലോസിറ്റിയുടെ നമുക്ക് അറിയില്ലെങ്കിൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ചെയ്ത് നോക്കിയാൽ മതി. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷൻ L-ഉം ഇനി ടൈം വരുമ്പോൾ ടി മുകളിലോട്ട് പോകുമ്പോൾ L⁻⁻1. അതുപോലെ നമുക്ക് ബേസിക് ആയിട്ട് അറിയണം. നമുക്ക് വെലോസിറ്റിയുടെ ആക്സിലറേഷൻ ഒക്കെ അറിയാമെങ്കിൽ ബാക്കി ഏത് ടൈപ്പ് വന്നാലും അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താണ്? നമ്മൾ കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫറെന്റ് ടേംസ് ലൈക്ക് സൗണ്ട് എനർജി, വിൻഡ് എനർജി, ലൈറ്റ് എനർജി ആർ ദ ഫോംസ് ഓഫ് എനർജി. ഈ സൗണ്ട് എനർജി ആവട്ടെ, വിൻഡ് എനർജി ആവട്ടെ, ലൈറ്റ് എനർജി എല്ലാ ഫോംസ് ഓഫ് എനർജിയാണ്. എല്ലാ ഫോംസ് ഓഫ് എനർജിക്ക് ഒരേ ഇക്വേഷൻ തന്നെയാണ് എനർജിയുടെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ സൗണ്ട് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? നമ്മളിപ്പോ ഡിറൈവ് ചെയ്ത് തന്നെയാണ് mL² t⁻2. ഓപ്ഷൻ ബി ആണ് എന്ത്? കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇൻ ഗ്യാസസ് ഇക്വേഷൻ, ഗ്യാസ് ഇക്വേഷനിൽ എന്താണ്? P+A/v² into v - b = RT. അങ്ങനെയാണെങ്കിൽ A/v²ന്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാം. A/v²ന്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ ഒരു തിയറം നമ്മൾ പറയുന്നുണ്ട്. ആ തിയറം നമുക്ക് അറിയണം. പ്രിൻസിപ്പിൾ ഓഫ് ഡയമെൻഷണൽ ഹോമോജിനിറ്റി. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഡയമെൻഷണൽ ഹോമോജിനിറ്റി എന്ന് പറയുന്നത്? ഇപ്പം ഏതൊരു കറക്റ്റ് ഫിസിക്കൽ ഇക്വേഷൻ ആയാലും ഏതൊക്കെ ടേംസ് നമ്മൾ ആഡ് ചെയ്യുന്നു അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്നു, അതിന്റെ എല്ലാ ഡയമെൻഷൻസും സെയിം ആയിരിക്കണം. അപ്പൊ ഇവിടെ ആദ്യത്തെ ടേം എന്താണ്? P
P പ്ലസ് A ബൈ V സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? P എന്ന് പറയുന്ന പ്രഷർ ആണല്ലോ. അപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഏതിന്റെ യൂണിറ്റാ വേണ്ടത്? A ബൈ V സ്ക്വയർ ആണ്. A ബൈ V സ്ക്വയറിന്റെ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? പ്രഷറിന്റെ സെയിം യൂണിറ്റ് തന്നെ ആയിരിക്കുമല്ലോ എന്ത്? A ബൈ V സ്ക്വയറിന്റെ യൂണിറ്റ്. എന്തുകൊണ്ട്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ പറയുന്നത് എന്താണ്? നമുക്ക് ഓരോ ഇക്വേഷൻസ്, ഫിസിക്കൽ ഇക്വേഷൻസ്, ഓരോ ടേം ആഡ് അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്ന ഓരോ ടേമിന്റെയും ഡയമെൻഷൻസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ ഇവയുടെ ഡയമെൻഷൻ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സോ A ബൈ V സ്ക്വയറിന്റെ ഡയമെൻഷൻ എന്തിന് ഈക്വൽ ആണ്? പ്രഷറിന് ഈക്വൽ ആണ്. അപ്പൊ പ്രഷർ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. പ്രഷർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ A ബൈ V സ്ക്വയറിന്റെ ഡയമെൻഷൻ കിട്ടും. പ്രഷർ എന്ന് പറയുന്ന ഫോഴ്സ് ബൈ ഏരിയ ആണല്ലോ. അപ്പൊ ഫോഴ്സ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച്, ഏരിയയും കണ്ടുപിടിച്ചു. ഫോഴ്സ് എന്ന് പറയുന്ന മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. ചെയ്യുന്ന സമയത്ത് നമുക്ക് ml t raised to minus 2 എന്ന് കിട്ടും. ഇനി ഏരിയ എന്ന് പറയുന്നത് L സ്ക്വയർ ആണ്. ഇവ തമ്മിൽ ഡിവൈഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ml raised to minus 1 t raised to minus 2 എന്ന് കിട്ടും. അപ്പൊ ml raised to minus 1 t raised to minus 2, അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് കാണുമ്പോൾ കൺഫ്യൂഷൻ വരും. A ബൈ V സ്ക്വയറിന്റെ ഡയമെൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? പ്രഷറിന്റെ സെയിം ഡയമെൻഷൻ തന്നെയാണ്. ഓരോ ടേംസ് ഫിസിക്കൽ ഇക്വേഷനിൽ ഓരോ ടേംസ് ആഡ് ചെയ്യുമ്പോൾ ഓരോ ടേംസ് ആഡ് അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ അവയുടെ ഡയമെൻഷൻസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സോ A ബൈ V സ്ക്വയറിന്റെ ഡയമെൻഷൻ വിൽ ബി ഈക്വൽ ടു ദാറ്റ് ഓഫ് പ്രഷർ. പ്രഷറിന്റെ ഫോമിൽ എന്താ? ഫോഴ്സ് ബൈ ഏരിയ. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ഡയമെൻഷനിലോട്ട് പോകാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. The number 0.004 has significant figure is equal to. ഈ തന്നിട്ടുള്ള നമ്പറിൽ എത്ര നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? അപ്പൊ ഈ തന്നിട്ടുള്ള നമ്പറിൽ എത്ര നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ്? ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുക, ഇതൊരു ഡെസിമൽ നമ്പർ ആണ് അല്ലെ. ഡെസിമൽ നമ്പറിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്താണ്? ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റ് ഐഡന്റിഫൈ ചെയ്യണം. ടിൽ എൻഡ് ആണ് എന്ത്? നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഇവിടുത്തെ ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റ് 4 ആണ്. പിന്നെ അതിനുശേഷം വേറെ ഒന്നുമില്ല. അപ്പൊ ഇവിടുത്തെ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് എന്താണ്? ഒരു സിഗ്നിഫിക്കന്റ് ഫിഗർ മാത്രമേ ഉള്ളൂ. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. എങ്ങനെയാണ് വന്നത്? നമ്പർ ശ്രദ്ധിക്കുക. 0.004 ഹാസ് സിഗ്നിഫിക്കന്റ് ഫിഗർ ഈക്വൽ ടു. അപ്പൊ ഇവിടെ എന്താണ്? ഒരു ഡെസിമൽ നമ്പർ ആണ്. ഡെസിമൽ നമ്പറിന്റെ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ടിൽ എൻഡ് വരെ ആയിരിക്കും നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഇവിടെ 4 ആണ് ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റ്, അതിനുശേഷം വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ എ ആണ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ദ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഓഫ് നമ്പർ. ഇവിടെ തന്നിട്ടുള്ളത് ഡെസിമൽ നമ്പർ അല്ല, ഒരു നോർമൽ നമ്പർ ആണ് തന്നിട്ടുള്ളത് അല്ലെ. ഇതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. സിഗ്നിഫിക്കന്റ് ഫിഗർ എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ഐഡന്റിഫൈ ചെയ്യുക. ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിൽ ലാസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആണ് ഇതിന്റെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻസ് ഫിഗർ. അപ്പൊ ഇവിടുത്തെ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ ഏതൊക്കെ വരും? 2 0 3 4 വരും. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. അപ്പൊ എന്താണ്? ദ സിഗ്നിഫിക്കന്റ് ഫിഗർ ഓഫ് ദി നമ്പർ 20340. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇത്തരം നമ്പേഴ്സിന്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഡെസിമൽ നമ്പർ അല്ല, നോർമൽ നമ്പർ ആണ്. ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റ് ടിൽ ദ ലാസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്. അപ്പം 1 2 3 4 4 നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് വരുന്നത്. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ദ സം ഓഫ് നമ്പേഴ്സ്. 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? 436.32, 227.2 ആൻഡ് 0.301. ഇവിടെ നമുക്ക് ഇവയുടെ സമ്മ് കാണണം. അത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, അതിന്റെ ആ സമ്മിൽ എത്ര നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഒന്നുമില്ല, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 നമ്പേഴ്സും കൂടെ സാധാ രീതിയിൽ ആഡ് ചെയ്യുക. സാധാ രീതിയിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. അപ്പൊ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിന്റെ ഡെസിമലിന് ശേഷം ഏറ്റവും ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ ഏതിനാണോ ഉള്ളതെന്ന് നോക്കാം. ഡെസിമലിന് ശേഷം ഇവിടെ രണ്ട് സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. ഇവിടെ 1, ഇവിടെ 3. അപ്പൊ ഇവിടെ ഇതാണ് ലീസ്റ്റ് വരുന്നത്. അപ്പൊ നമ്മുടെ ആൻസറിലും എന്തായിരിക്കണം? ഡെസിമലിന് ശേഷം ഒരു നമ്പർ മാത്രമേ വരാവൂ. അതാണ് ഇതിന്റെ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് വിൽ ഗെറ്റ്
63.821 എന്നാണ് നമ്മൾ നോർമലി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇങ്ങനെ എഴുതിയ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ സെലക്ട് ചെയ്താൽ നമ്മുടെ ആൻസർ എന്താവും, തെറ്റായി പോവും. അപ്പൊ നമുക്ക് റൂൾസ് ഫോളോ ചെയ്യണം. അഡിഷന്റെ റൂൾ എന്താണ്, ഇപ്പൊ നമ്മൾ കുറെ നമ്പേഴ്സ് ആഡ് ചെയ്യുവാണ്. അപ്പൊ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അതിന്റെ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എങ്ങനെ ചൂസ് ചെയ്യും, ആദ്യം നോർമൽ രീതിയിൽ ആഡ് ചെയ്ത് ഏതാണ് നമ്പർ എന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം ഡെസിമലിന് ശേഷം ഏതിനാണോ ഏറ്റവും ലീസ്റ്റ് ഉള്ള, ഇവിടെ ഡെസിമലിന് ശേഷം ഒരു സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് ലീസ്റ്റ് ആയിട്ട് വരുന്നത്. സോ നമ്മുടെ ആൻസറിലും ആ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗറെ ഡെസിമലിന് ശേഷം ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പൊ 663.821 നമ്മൾ ഇവിടെ വെച്ച് റൗണ്ട് ഓഫ് ചെയ്യണം. ഇത് നമുക്ക് ചുമ്മാ 663.8 എന്ന് ഡയറക്റ്റ് എഴുതാൻ പാടില്ല, അതിന്റെ തൊട്ടടുത്തുള്ള നമ്പർ നോക്കണം. ഇത് നമുക്ക് എങ്ങനെ വരും, 663.8 663.9. നമുക്ക് ഏതിലോട്ട് ഇത് റൗണ്ട് ചെയ്യണമെന്ന് നമുക്ക് ആദ്യം അറിയണം. ഇവിടെ ഇതിന്റെ നടുക്കെന്ന് പറയുമ്പോൾ എന്താണ്, 663.85 എന്ന് വരും. അപ്പൊ ഇനി എന്താണ് നമ്മുടെ നമ്പർ എന്താണ്, 663.82 ആണ്. 82 എന്ന് പറയുമ്പോൾ ഏകദേശം ഇതിനോട് അടുത്ത് വരും. അപ്പൊ ഏതിനോട് ചേർന്ന് കിടക്കുന്നതാണ്, 663.8 ചേർന്ന് കിടക്കുകയാണ്. അപ്പൊ നമ്മൾ അതിനെ റൗണ്ട് ഓഫ് ചെയ്ത് എഴുതുമ്പോൾ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിൽ എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 663.8 എന്ന് കിട്ടും. ഇപ്പൊ നമ്മുടെ നമ്പർ 663.87 എന്നായിരുന്നെങ്കിൽ എന്താ, ഏകദേശം ഇവിടെ വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ റൗണ്ട് ചെയ്ത് എങ്ങനെ എഴുതും, 663.9 എന്ന് എഴുതും. ഇവിടുത്തെ കേസിൽ അങ്ങനെയല്ല, 663.821 ആയിരുന്നു ആൻസർ. ഇതിന് ഡെസിമലിന് ശേഷം നമ്മുടെ റൂൾ അനുസരിച്ച് ഒരു സിഗ്നിഫിക്കന്റ് ഫിഗറെ വരാൻ പാടുള്ളൂ. സോ നമുക്ക് എന്ത് കിട്ടി, 663.8 എന്ന് കിട്ടി. അപ്പൊ 663.8 അതായത് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ ഇൻ 0.006 മീറ്റർ സ്ക്വയർ ഈസ് 0. എന്ത് യൂണിറ്റ് വന്നാലും അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. 0.006 എത്ര നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ, ഡെസിമൽ നമ്പർ ആണ്. ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റ് ഐഡന്റിഫൈ ടിൽ എൻഡ്. ആ 6ന് ശേഷം വേറെ ഡിജിറ്റ് ഒന്നുമില്ല. അപ്പൊ ഇവിടെ എന്താണ്, ഒരു ഒറ്റ സിഗ്നിഫിക്കന്റ് ഫിഗറേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്, ഓപ്ഷൻ എ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. The number of significant figure of 0.700. ശ്രദ്ധിക്കുക, ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സാം ഹോളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതാണ് നമ്മൾ പല മോഡൽസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ഡെസിമൽ നമ്പർ ആണ്. ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റ് 7 ആണ്. ടിൽ എൻഡ് നോക്കുമ്പോൾ ഇവിടെ എത്ര എണ്ണം വരും, 3 എണ്ണം വരും. നേരത്തെ നമ്മൾ സീറോ എടുക്കാത്ത എന്താണ്, നമ്മുടെ നോൺ സീറോ ഡിജിറ്റിന് മുന്നേ വരുന്ന സീറോ നമ്മൾ എടുക്കത്തില്ല. നമ്മുടെ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ഐഡന്റിഫൈ ചെയ്യുക. ടിൽ എൻഡ് ആണ് എന്ത്, ഡെസിമൽ നമ്പേഴ്സിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. അത് ഏതോ ആയിക്കോട്ടെ, ടിൽ എൻഡ് വരെ എടുക്കണം. അപ്പൊ ഇവിടെ 7 ആണ് ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റ്. ടിൽ എൻഡ് വരെ എടുക്കുമ്പോൾ എത്രയുണ്ട്, 700. അപ്പം എത്രയുണ്ട്, 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്. സോ ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്, ഓപ്ഷൻ സി 3 ആണ് വരുന്നത്. തെറ്റിപ്പോകരുത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകാം. The number 2.745 and 2.735 on rounding off to significant figures give. അപ്പം ഇത് നമ്മൾ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ, എത്ര സിഗ്നിഫിക്കന്റ് ഫിഗറിലോട്ട് റൗണ്ട് ഓഫ് ചെയ്യണം, 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിലോട്ട്. ഇവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്, 1 2 3 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട് അല്ലെ. ഇവിടെയും എന്തുണ്ട്, 4 എണ്ണം ഉണ്ട്. നമുക്ക് 3 എണ്ണം ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പൊ ആദ്യത്തെ നമ്പർ എന്താ, 2.745 ആണ്. അപ്പൊ 2.74ലോട്ട് റൗണ്ട് ചെയ്യണോ, 2.75ലോട്ട് റൗണ്ട് ചെയ്യണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ ഇവിടെ എന്താണ്, 2.745 ആണ് എന്റെ നമ്പർ. അപ്പൊ എന്റെ നമ്പർ കറക്റ്റ് നടുക്കാ കിടക്കുന്നു. ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇതിനോട് അടുത്ത് തന്നെ റൗണ്ട് ഓഫ് ചെയ്യായിരുന്നു. ഇവിടെ പക്ഷെ എന്താ വരുന്നത്, കറക്റ്റ് നടുക്ക് 2.745. അപ്പൊ എന്ത് ചെയ്യാ, ഈ 5ന് തൊട്ടു മുന്നേ ഉള്ള നമ്പർ നോക്കുക. ആ തൊട്ടു മുന്നേ ഉള്ള നമ്പർ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് നോക്കുക. തൊട്ടു മുന്നേ ഉള്ള നമ്പർ ഈവൻ ആണെങ്കിൽ നോ ചേഞ്ച്, നോ ചേഞ്ച് ഇത് തന്നെയായിരിക്കും നമ്മുടെ ഫൈനൽ. അതായത് 2.74 തന്നെയാണ് അതിനെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി അടുത്ത എന്താണ്, 2.735. അപ്പം 2.73ഉം 2.74ഉം
2.735. ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ എഗെയിൻ നമ്മൾ തൊട്ട് മുന്നേ ഉള്ള ഡിജിറ്റ് നോക്കുക, ഈവൻ ആണോ ഓടാണോ? ഓടാണ്. ഓടാണെങ്കിൽ എന്താ, അടുത്ത ഡിജിറ്റിലോട്ട് ഒന്ന് കൂട്ടി നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പൊ 3 പകരം എന്താവും? 2.74 എന്നാവും. അപ്പൊ ഇവിടത്തെ ഇതിനെ രണ്ടിനെയും നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2.74 ആൻഡ് 2.74. കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? നമുക്ക് എന്താണ് 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉള്ള 2 നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതിനെ റൗണ്ട് ഓഫ് ചെയ്ത് 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിലോട്ട് ആക്കണം. ഇവിടെ ആകെ വരുന്ന കൺഫ്യൂഷൻ 5 വെച്ച് എൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നടുക്ക് വരുന്നതുകൊണ്ട് നമ്മൾ എങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യുമെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ, തൊട്ട് മുന്നത്തെ ഡിജിറ്റ് നോക്കുക, ഈവൻ ആണോ ഓടാണോ നോക്കുക. ഈവൻ നമ്പർ ആണെങ്കിൽ നോ ചേഞ്ച്, ആ നമ്പർ തന്നെ അതുപോലെ. ഓഡ് ആണെങ്കിൽ എന്താണ്, നമ്മൾ ഒന്ന് കൂട്ടും, ഒന്ന് ഇൻക്രീസ് ചെയ്ത് വേണം റൗണ്ട് ഓഫ് ചെയ്യാം. അപ്പൊ ഇവിടെ 2.735 വന്നാൽ അതെന്താവും? 2.74 ആവും. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് എന്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു ഒബ്ജക്റ്റിന്റെ മാസ് തന്നിട്ടുണ്ട്. മാസ് എന്താ? 5.237 ഗ്രാം എന്ന് തന്നിട്ടുണ്ട്. വോളിയവും തന്നിട്ടുണ്ട്. ഡെൻസിറ്റി കണ്ടുപിടിക്കണം. നമുക്കറിയാം ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് ബൈ വോളിയം ചെയ്താൽ മതി. ചുമ്മാ ചെയ്താൽ പോരാ. ഡെൻസിറ്റി ഇൻ കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗറിൽ റെപ്രസെന്റ് ചെയ്യണം. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ നമ്മൾ അഡിഷന്റെ സബ്ട്രാക്ഷന്റെ കേസ് വന്ന സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു, ഡെസിമലിന് ശേഷം ഏറ്റവും ലീസ്റ്റ് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് അത്ര നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ മാത്രമേ ആൻസറിൽ ഡെസിമലിന് ശേഷം വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് എന്താ, മാസ് ബൈ വോളിയം ആണ്. ഡിവിഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ഡിജിറ്റിൽ എത്ര നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4 എണ്ണം ഉണ്ട്. ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ലീസ്റ്റ് എന്ന് പറയുന്നത് ഏതാ? ഇതല്ലേ ലീസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസറിലും എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സേ പാടുള്ളൂ? 2 നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സേ നമ്മുടെ ആൻസറിലും പാടുള്ളൂ. സോ നമുക്ക് നോക്കാം. ഡെൻസിറ്റി തന്നിട്ട് നമുക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കണമായിരുന്നു. മാസ് ബൈ വോളിയം നമ്മൾ സാധാ രീതിയിൽ സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. മാസ് ബൈ വോളിയം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2.0948 എന്ന് പറയും. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? 2 നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വേണം അല്ലെ? അപ്പൊ നമുക്ക് ഇവിടുത്തെ ആൻസർ വരുമ്പോൾ ഡെൻസിറ്റി എന്ന് പറയുന്ന മാസ് ബൈ വോളിയം അല്ലേ? അപ്പൊ നമുക്ക് ചെയ്തപ്പോ 2.0948 വരുന്നു. ഇതിനെ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പൊ ഒന്നുമില്ല, തൊട്ടടുത്ത നമ്പർ നോക്കാം, 9 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യാം? 2.1 എന്ന് എഴുതാമല്ലോ. 2.1 എന്ന് എഴുതാം. അപ്പൊ ഇവിടുത്തെ 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സേ വരത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് വരും? 2.1 ഗ്രാം സെന്റിമീറ്റർ റേസ് ടു -3 എന്ന് കിട്ടും. ഇതാണ് എന്ത് നമ്മുടെ ഡെൻസിറ്റിയുടെ ആൻസർ എന്ന് പറയും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ സം ഓഫ് ദി നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 336.32, 127.2 and 0.201. ഇനി ഇതിന് ഇൻ അപ്രോപ്രിയേറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കുക. അപ്രോപ്രിയേറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ. അപ്പൊ ഡെസിമലിന് ശേഷം ഇവിടെ 2 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അപ്പൊ ഇതാണല്ലോ ലീസ്റ്റ്. അപ്പൊ നമ്മുടെ ആൻസറിൽ എന്ത് വരണം? ഡെസിമലിന് ശേഷം ഒരൊറ്റ സിഗ്നിഫിക്കന്റ് ഫിഗറേ വരാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. നമ്മൾ ചെയ്ത സമയം പോലും കളയേണ്ട. നമ്മുടെ ആൻസർ എന്തായിരിക്കും? 463.7 ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും എന്ത് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. മാസ് ആൻഡ് വോളിയം ഓഫ് എ ബോഡി തന്നിട്ടുണ്ട്. ഡെൻസിറ്റി ഇൻ ടേംസ് ഓഫ് കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ. മാസും വോളിയവും തന്നിട്ടുണ്ട്. ഡെൻസിറ്റി കണ്ടുപിടിക്കുക ഇൻ ടേംസ് ഓഫ് കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ. അപ്പം ഇവിടെ എന്താണ്? 1, 2, 3, 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സും ഇവിടെ വരുമ്പോൾ 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. സോ നമ്മൾ പറഞ്ഞു ഡിവിഷൻ ആണ് വരുന്നതെങ്കിൽ, ഡിവിഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ മൊത്തത്തിലുള്ള സിഗ്നിഫിക്കന്റ് ഫിഗർ എടുക്കുക. അതിൽ ലീസ്റ്റ് ആയിരിക്കുന്ന ആൻസറിലും വരേണ്ട. അപ്പൊ നമ്മുടെ ആൻസറിൽ 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സേ വരാൻ പാടുള്ളൂ. ഇവിടെ 2 സിഗ്നിഫിക്കന്റ് ഫിഗർ വരുന്ന രീതിയിലുള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ സി. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷർമെന്റ് ഈസ് മോസ്റ്റ് പ്രിസൈസ്? ഈ തന്നിട്ടുള്ള മെഷർമെന്റ്സിൽ ഏതാണ് ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള മെഷർമെന്റ് എന്ന് പറയാം. അപ്പൊ അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇവിടെ പല ഡിഫറെന്റ് യൂണിറ്റ്സ്, mm, സെന്റിമീറ്ററിൽ, മീറ്ററിൽ, കിലോമീറ്റർ. ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് ഏറ്റവും ഹൈ പ്രിസൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളതിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്ന mm ആണല്ലോ. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഏറ്റവും പ്രിസൈസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 5.00 mm ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം.
The mean length of an object, ഒരു ഒബ്ജക്റ്റിന്റെ mean length ട്രൂ വാല്യൂ തന്നിട്ടുണ്ട്, എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. വിച്ച് മെഷർമെന്റ് ഈസ് മോസ്റ്റ് അക്യുറേറ്റ്? ഈ തന്നിട്ടുള്ളതിൽ ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റ്. അക്യുറേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ട്രൂ വാല്യൂവിന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന മെഷർമെന്റ് ആണ് എന്ത്? അക്യുറേറ്റ് മെഷർമെന്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ട്രൂ വാല്യൂ 5 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഏതാ? 4.9 ആണോ, 4.805 ആണോ, 5.25 ആണോ, 5.4 ആണോ? 5 സെന്റിമീറ്ററിന്റെ ഏറ്റവും അടുത്തുള്ള വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 4.9 ആണല്ലോ. സോ മോസ്റ്റ് അക്യുറേറ്റ് മെഷർമെന്റ് എന്ന് പറയുന്നത് 4.9 സെന്റിമീറ്റർ. ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് പെർസെന്റേജ് ഇറർ ഇൻ മാസ് ആൻഡ് വോളിയം, മാസിന്റെയും വോളിയത്തിന്റെയും പെർസെന്റേജ് ഇറർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മാസിന്റെ പെർസെന്റേജ് ഇറർ എത്രയാണ്? 2%. വോളിയത്തിന്റെ പെർസെന്റേജ് ഇറർ എന്താണ്? 3% ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി എന്ന് വെച്ചാൽ മാസ് ബൈ വോളിയം ആണ്. ഡെൻസിറ്റിയുടെ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? പെർസെന്റേജ് ഇറർ ആണ്. പെർസെന്റേജ് ഇറർ കണ്ടുപിടിക്കാൻ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? ഡിവിഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പെർസെന്റേജ് ഇറർ കണ്ടുപിടിക്കാൻ എന്താ? ഇവിടെ നമുക്ക് മാസും വോളിയം ആണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ ഡെൻസിറ്റിയിലെ പെർസെന്റേജ് ഇറർ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? സം ഓഫ് പെർസെന്റേജ് ഇറർ ഓഫ് മാസ് പ്ലസ് പെർസെന്റേജ് ഇറർ ഓഫ് വോളിയം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡെൻസിറ്റിയുടെ പെർസെന്റേജ് ഇറർ കിട്ടും. അങ്ങനെയാണ് പ്രൊസീജിയർ വരുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്? മാസ് ബൈ വോളിയം ആണ്. അപ്പൊ നമുക്ക് എന്താണ് പെർസെന്റേജ് ഓഫ് ഇറർ ഓഫ് ഡെൻസിറ്റി കണ്ടുപിടിക്കണം. പെർസെന്റേജ് ഇറർ ഓഫ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? പെർസെന്റേജ് ഇറർ ഓഫ് മാസ് പ്ലസ് പെർസെന്റേജ് ഇറർ ഓഫ് വോളിയം ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2% പ്ലസ് 3% ചെയ്യുന്ന സമയത്ത് വിൽ ഗെറ്റ് 5%. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി 5% ആണെന്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ വരുന്ന സമയത്ത് നമ്മൾ സം എടുത്താൽ മതി എന്ന് പറഞ്ഞു പെർസെന്റേജ് ഇറർ കണ്ടുപിടിക്കാം. പക്ഷേ അവയ്ക്ക് പവർ ഉണ്ടെങ്കിലോ? ഇപ്പൊ നമുക്ക് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ n ഇൻറ്റു എക്സ് എടുക്കണം. ആ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ വന്നപ്പോൾ നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി തന്നിട്ടുള്ള എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു a²b² ഡിവൈഡ് ബൈ √c. ഇവിടെ തന്നിട്ടുണ്ട് പെർസെന്റേജ് ഇറർ ഇൻ എ ബി സിയുടെ ഒക്കെ പെർസെന്റേജ് ഇറർ തന്നിട്ടുണ്ട്. എയുടെ പെർസെന്റേജ് ഇറർ 1%, ബിയുടെ 2%, സിയുടെ 4%. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ പെർസെന്റേജ് ഇറർ എന്താ? എക്സിന്റെ പെർസെന്റേജ് ഇറർ എന്താ? 2 ഇൻറ്റു നമ്മൾ എന്താ പെർസെന്റേജ് ഇറർ ഓഫ് എ പ്ലസ് 2 ഇൻറ്റു പെർസെന്റേജ് ഇറർ ഓഫ് ബി. ഇനി അടുത്ത എന്താണ്? സി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? √c എന്ന് പറയുമ്പോൾ എന്താണ്? c⁻1/2 ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 1/2 ഇൻറ്റു സി എടുക്കുക. അപ്പൊ നോക്കിക്കേ, നമുക്ക് പെർസെന്റേജ് ഇറർ ഓഫ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ എന്താണ്? 2 ഇൻറ്റു പെർസെന്റേജ് ഇറർ ഓഫ് എ പ്ലസ് 2 ഇൻറ്റു പെർസെന്റേജ് ഇറർ ഓഫ് ബി പ്ലസ് 1/2 ഇൻറ്റു പെർസെന്റേജ് ഇറർ ഓഫ് സി. സിംപ്ലിഫൈ ചെയ്ത് അപ്പൊ എന്ത് കിട്ടും? 2 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 2 പ്ലസ് 1/2 ഇൻറ്റു 4. അപ്പൊ 2 പ്ലസ് 4 പ്ലസ് 2 ദാറ്റ് ഈസ് 8% ആണ് പെർസെന്റേജ് ഇറർ ഓഫ് എക്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ അല്ലേ? കണ്ടാൽ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. വളരെ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ പെർസെന്റേജ് ഇറർ ഇൻ ദ മെഷർമെന്റ് ഓഫ് ദ റേഡിയസ് ഓഫ് സ്പിയർ ഈസ് 2%. റേഡിയസ് ഓഫ് സ്പിയറിന്റെ പെർസെന്റേജ് ഇറർ തന്നിട്ടുണ്ട് അല്ലെ. പെർസെന്റേജ് ഇറർ ഓഫ് റേഡിയസ് ഓഫ് സ്പിയർ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 2% തന്നിട്ടുണ്ട്. നമുക്ക് സർഫസ് ഏരിയയുടെ പെർസെന്റേജ് ഇറർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സർഫസ് ഏരിയ ഓഫ് സ്പിയർ എന്ന് പറയുന്നത് 4πr² ആണ്. ഇവിടെ r² അല്ലേ, ബാക്കി 4π എന്ന് പറയുന്ന കോൺസ്റ്റന്റ് അല്ലേ, അവിടെ ഒരു ഇറർ ഉണ്ടാകത്തില്ല, ഫിക്സഡ് ക്വാണ്ടിറ്റി അല്ലേ. അപ്പൊ r² എന്ന് പറയുമ്പോൾ എന്താണ്? 2 ഇൻറ്റു പെർസെന്റേജ് ഇറർ ഓഫ് ആർ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. പെർസെന്റേജ് ഇറർ ഓഫ് ആർ അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ 2 ഇൻറ്റു 2% വിച്ച് ഈസ് ഈക്വൽ ടു 4% എന്ന് കിട്ടും. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ 4% ആയിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ദ സർക്കുലർ ഡിവിഷൻ ഓൺ എ സ്ക്രൂ ഗേജ്. ഒരു സ്ക്രൂ ഗേജിലെ സർക്കുലർ ഡിവിഷൻ 50. If the screw moves 1 mm in one rotation, least count. ഇവിടെ നമുക്ക് ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാം. ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്. ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് പിച്ച് ഡിവൈഡഡ് ബൈ
നമ്പർ ഓഫ് ഡിവിഷൻസ് ആണ്. പിച്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻ. ഇവിടെ പിച്ച് തന്നിട്ടുണ്ട് 1. നമ്പർ ഓഫ് ഡിവിഷൻ, പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ സ്ക്രൂ ഇൻ 1 കംപ്ലീറ്റ് റെവല്യൂഷൻ. ഒരു സ്ക്രൂ 1 കംപ്ലീറ്റ് റൊട്ടേഷനിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ സ്ക്രൂ ഇൻ 1 കംപ്ലീറ്റ് റൊട്ടേഷൻ തന്നിട്ടുണ്ട്. 1 mm എന്നും തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഡിവിഷൻസും ഉണ്ട് 50. അങ്ങനെയാണെങ്കിൽ ലീസ്റ്റ് കൗണ്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. ലീസ്റ്റ് കൗണ്ട് എന്താണ്? പിച്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻ, ദാറ്റ് ഈസ് 1/50. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.002 mm എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇത് MCQ ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്. ഒന്നുകിൽ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ചോദിക്കും അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ റിലേറ്റീവ് എററുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. അപ്പൊ ഒന്നുകിൽ നമ്മളടുത്ത ക്വസ്റ്റ്യനിൽ ചോദിക്കും അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ റിലേറ്റീവ് എറർ കണ്ടുപിടിക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ പെർസെന്റേജ് എറർ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് മൂന്നും കൂടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ച് തന്നെ ഈ 3 ടൈപ്പ് ഓഫ് എററും എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് നമ്മൾ ഈ ക്വസ്റ്റ്യനിലൂടെ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള മെഷർമെന്റ്സ് നോക്കാം. വി മെഷർ ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ പീരീഡ് ഓഫ് ഓസിലേഷൻസ് ആണ് മെഷർ ചെയ്യുന്നത്. ഇൻ സക്സസീവ് മെഷർമെന്റ് ദ റീഡിംഗ് ടേൺ ഔട്ട് ടു ബി. സക്സസീവ് മെഷർമെന്റ്സിന്റെ റീഡിംഗ് നോക്കാം. ആദ്യത്തേത് 2.63 സെക്കൻഡ്, then 2.56 സെക്കൻഡ്, 2.42 സെക്കൻഡ്, 2.71 സെക്കൻഡ് ആൻഡ് 2.80 സെക്കൻഡ്. കാൽക്കുലേറ്റ് ദ അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് ഓർ പെർസെന്റേജ് എറർ. അപ്പൊ നമുക്ക് എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം? അബ്സല്യൂട്ട് എറർ വേണം, റിലേറ്റീവ് എറർ വേണം, പെർസെന്റേജ് എറർ വേണം. അപ്പൊ നമ്മൾ ആദ്യം എല്ലായിടത്തും എഴുതി ഓരോ മെഷർമെന്റ് A1, A2, A3, A4, A5 എന്ന പേര് കൊടുത്ത് ഓരോ മെഷർമെന്റും എടുത്തെഴുതി. ഇത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് വേണം? എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് മീൻ വാല്യൂ കണ്ടുപിടിക്കണം. എ മീൻ കണ്ടുപിടിക്കണം. എ മീൻ എന്ന് പറയുമ്പോൾ എന്താണ്? സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഇവിടെ 5 ഒബ്സർവേഷൻ ആണ് ഉള്ളത്. അപ്പൊ A1, A2, A3, A4, A5 ആർ ദ 5 ഒബ്സർവേഷൻസ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് A4 plus A5 divided by 5. Divide by 5 ചെയ്തേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2.624 സെക്കൻഡ് എ മീൻ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഓരോന്നിന്റെ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണമല്ലോ. ഡെൽറ്റ A1 കണ്ടുപിടിക്കണം, ഡെൽറ്റ A2, ഡെൽറ്റ A3, ഡെൽറ്റ A4, ഡെൽറ്റ A5 കണ്ടുപിടിക്കണം. അപ്പൊ ഡെൽറ്റ A1 എങ്ങനെ കണ്ടുപിടിക്കാം? മോഡുലസ് ഓഫ് എ മീൻ മൈനസ് A1 ചെയ്യുമ്പോൾ ഡെൽറ്റ A1 കിട്ടും. എ മീൻ നമ്മൾ കണ്ടുപിടിച്ചു 2.62. ഇനി എ മീനും A1. അപ്പം ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഫൈനൽ എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 2.624 കിട്ടി അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. 2.624 വന്നിട്ട് 2.62 അല്ലേ എടുത്തോളൂ. നമ്മുടെ നോക്കിക്കോ, ഓരോ റീഡിങ്ങും നമുക്ക് ഡെസിമലിന് ശേഷം എന്താ? രണ്ടെണ്ണേ ഉള്ളൂ. ലീസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 2 ആണല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? റൗണ്ട് ഓഫ് ചെയ്യണം. 62ന് ശേഷം 4 ആ വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് വരും? 2.63 വരത്തില്ലല്ലോ, 2.62 തന്നെ വരും. അപ്പൊ 2.62 സെക്കൻഡ് ആണ് നമ്മുടെ എന്ത്? എ മീൻ. ഇനി ഓരോന്നിന്റെയും അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം. ഡെൽറ്റ A1 കണ്ടുപിടിക്കാൻ എ മീൻ മൈനസ് A1. എ മീന് 2.62, A3 എന്ന് പറയാൻ 2.63. മോഡുലസ് എടുക്കുന്നതുകൊണ്ട് തന്നെ നെഗറ്റീവ് സൈൻ അഫക്ട് ചെയ്യത്തില്ല. 2.62 മൈനസ് 2.63 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.01 സെക്കൻഡ് എന്ന് കിട്ടും. ഇനി A2 കണ്ടുപിടിക്കുക. ഡെൽറ്റ A2 എന്ന് പറയുന്നത് എന്താണ്? എ മീൻ മൈനസ് A2. എ മീൻ എന്ന് പറയുന്നത് 2.62 ആണ്, മൈനസ് A2 എന്ന് പറയുന്നത് 2.56. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.06 സെക്കൻഡ് എന്ന് കിട്ടും. അതുപോലെ ഡെൽറ്റ A3 ചെയ്യുമ്പോൾ 0.20. ഡെൽറ്റ A4 എന്ന് പറയുമ്പോൾ എന്താണ്? എ മീൻ മൈനസ് A4 ചെയ്യാം. ഡെൽറ്റ A5 എന്ന് പറയുമ്പോൾ എ മീൻ മൈനസ് A5 ചെയ്യാം. അപ്പൊ നമുക്ക് 0.18 സെക്കൻഡ് എന്ന് കിട്ടും. കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണം? മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം. മീൻ എന്ന് പറയുമ്പോൾ എല്ലാ അബ്സല്യൂട്ട് എററിന്റെ സം ഡിവൈഡ് ബൈ 5 ചെയ്യാം. അപ്പൊ നമുക്ക് എല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.108 എന്ന് കിട്ടും. 108 ഡെസിമലിന് ശേഷം 2 നമ്പർ വെച്ച് റൗണ്ട് ഓഫ് ചെയ്യണം. അതിന് ശേഷം വരുന്നത് 8 ആണ്. 8 ആയതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ എഴുതാം? 0.11 സെക്കൻഡ് എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മീൻ അബ്സല്യൂട്ട് എറർ കിട്ടി. ഇനി വളരെ സിമ്പിൾ ആണ്. റിലേറ്റീവ് എറർ കണ്ടുപിടിക്കണം. റിലേറ്റീവ് എറർ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് എ മീൻ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എ മീൻ ഡിവൈഡ് ബൈ എ മീൻ ആണ് അല്ലെ? അപ്പൊ മീൻ അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ മീൻ, എ മീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? റിലേറ്റീവ് എറർ കിട്ടും. 2 വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. ഡെൽറ്റ എ മീൻ 0.11 സെക്കൻഡ്, അടുത്ത 2.62. രണ്ടും കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ? 2 ഡിജിറ്റിൽ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 0.04 എന്ന് കിട്ടും. ഇനി പെർസെന്റേജ് എറർ എന്താണ്? റിലേറ്റീവ് എററിന്റെ കൂടെ
100 മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് പെർസെന്റേജ് എറർ കിട്ടും. 0.04 into 100 ചെയ്യുമ്പോൾ 4%. ചിലപ്പോൾ പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് പെർസെന്റേജ് എറർ മാത്രം കണ്ടുപിടിക്കാൻ തരും, ഡിഫറെന്റ് ഓപ്ഷൻസ് തരും. അങ്ങനെയാണെങ്കിൽ 4% ചൂസ് ചെയ്യുക. ഇഫ് കേസ് നമ്മൾ അബ്സല്യൂട്ട് എറർ ആണെങ്കിൽ 0.11 സെക്കൻഡ്, മീൻ അബ്സല്യൂട്ട് മീൻ എറർ, റിലേറ്റീവ് എറർ. അപ്പൊ നമുക്ക് ഏതാണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അത് പ്രകാരമുള്ള ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് എടുക്കാം. അപ്പൊ നമ്മളിവിടെ എന്തൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ളത്? അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെന്റേജ് എറർ. അപ്പൊ അബ്സല്യൂട്ട് എറർ നമ്മൾ കണ്ടുപിടിച്ചു. 0.11 സെക്കൻഡ്. ദെൻ റിലേറ്റീവ് എറർ കണ്ടുപിടിച്ചു 0.04. പെർസെന്റേജ് എറർ കണ്ടുപിടിച്ചു 4%. ഇതിൽ ഏതെങ്കിലും ആയിരിക്കും ഇററിൽ കോമൺ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പൊ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മോഡലിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്റ്റുഡൻസിനും ടെക് PSCയുടെ വിജയാശംസകൾ. താങ്ക്